ക്രേസി ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഷാർജ ഷേക്ക് ആയിട്ടാണ്. അപ്പോൾ ഇനി ചൂടുകാലമൊക്കെ വരികയല്ലേ, അപ്പോൾ എനിക്ക് തോന്നി ഒരു ഷേക്ക് ആവാമെന്ന്. അപ്പോൾ ഈ ഷാർജ ഷേക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ്. അപ്പോൾ ഇത് ഐസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഉടച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഐസാവാൻ നിന്നില്ല, ഐസായി തുടങ്ങി ഒന്ന് തിക്കായി വന്നപ്പോഴേക്കും ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്ന പാലാണിത്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് 2 ഗ്ലാസ് അളവ് പാലിലാണ് ഞാൻ ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ 240 ml ഇതേപോലത്തെ 2 ഗ്ലാസ് പാലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഴമൊക്കെ ചേർത്തിട്ടാണ് ഈ ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെറിയ ഗ്ലാസ് ആണെങ്കിലും നമ്മൾക്ക് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലത്തെ വലിയ ഗ്ലാസ് 2 ഗ്ലാസ് അളവിൽ നമുക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ട് തിളപ്പിച്ച് ആറിയതിന് ശേഷമാണ് ഈ പാലെടുത്ത് ഫ്രീസറിൽ തണുക്കാൻ വേണ്ടി വെച്ചിരുന്നത്. അത് ഞാൻ പറയാൻ മറന്നുപോയതാണ് കേട്ടോ. ഇനി നമുക്ക് ഷേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു മിക്സിയുടെ വലിയ ബ്ലെൻഡർ എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്, ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ബ്ലെൻഡറിലേക്ക് നമുക്ക് ഒരു 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള റോബസ്റ്റ് പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ 2 ഗ്ലാസ് അളവിനെയാണ് 2 റോബസ്റ്റ് പഴം ഇട്ടത്. അപ്പോൾ 1 ഗ്ലാസ് ആണെങ്കിൽ അറിയാലോ, ഞാൻ ഈ എടുത്തിരിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും നേർപകുതി 1 പഴം, അങ്ങനെ ചെയ്താൽ മതി. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ബൂസ്റ്റാണ്. അപ്പോൾ ഈ ബൂസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷേക്കിന് ഒരു പീച്ച് കളറായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുറച്ചും കൂടി ലൈറ്റ് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് പകരമായിട്ട് ഹോർലിക്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് ആവശ്യത്തിന് പഞ്ചസാര. അപ്പോൾ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പഴമൊക്കെ ഇട്ടേക്കുന്നതിൻ്റെ പേരിൽ നല്ല മധുരം ഉണ്ടാകും. കൂടുതലായിട്ട് നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണും കൂടി. അപ്പോൾ ആകെ മൊത്തത്തിൽ 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇട്ട് കൊടുക്കേണ്ടത് 2 ഈന്തപ്പഴം. അത് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിക്കോളും. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കാഷ്യൂ നട്ടാണ്. അപ്പോൾ അത് 6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് 1 ഗ്ലാസ്സിന് 3 എണ്ണം എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഒന്നും അളവ് കൂടുതൽ എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കരുതും കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്, പക്ഷെ അങ്ങനെയില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കണം. ക്രഷ് ചെയ്തില്ലെങ്കിൽ അത് ശരിക്കും അതിൻ്റെ അടിയിൽ അരയാതെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഏലക്കായാണ്. അപ്പോൾ ഏലക്കായ 1 എണ്ണം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു 5-6 സീഡ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് 2 സീഡ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതായത് ഒരു ഏലക്കായുടെ 1/4 ഭാഗം മാത്രം. അപ്പോൾ ഞാനിത് പ്രത്യേകം പറയണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് ജ്യൂസാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടും. പക്ഷെ അത് എന്തിൻ്റെ ടേസ്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവരുത്. അതാണ് ഈ ഷാർജ ഷേക്കിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന നല്ല തണുത്ത പാല് 2 ഗ്ലാസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കാം. ഞാൻ ഐസ് ക്യൂബ് ഇടുന്നില്ല. നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം. നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് അരഞ്ഞ് കിട്ടിയിരിക്കുന്നത്. അധികം ലൂസും അല്ല, എന്നാൽ അത്ര വലിയ തിക്കുമല്ല, ഈ ഒരു കട്ടിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് മതി, ഇതാണ് കറക്റ്റ് അതിൻ്റെ പാകം. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റാം. ഇനി നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് ഭംഗിപ്പെടുത്തണമെങ്കിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇതിൻ്റെ മേലേക്ക് ഉള്ളിലേക്ക് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ജ്യൂസ് ഒഴിക്കുമ്പോൾ കുറച്ച് കാണാൻ നല്ല ഭംഗി കിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഇങ്ങനെ ഇതേപോലെ ഗ്ലാസ്സിൽ സ്പ്രെഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് അല്പം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ്. ഇനി നമുക്ക് ഒന്നും നോക്കാനില്ല, ഇതങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മളൊന്നും ഗാർണിഷ് ചെയ്തില്ലെങ്കിലും നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനും ഒരു ഭംഗിയാണ്, കഴിക്കാനായിട്ട് കുറച്ചും കൂടി ടേസ്റ്റ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി മാത്രം ഞാൻ കുറച്ച് ഐസ്ക്രീം ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ സംഭവം കിടുവായിട്ടുണ്ട്. ഇനി നമ്മൾ എന്തിനാ കടയിലൊക്കെ പോയിട്ട് ഇത് മേടിച്ച് കഴിക്കുന്നത്? നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ ഷാർജ ഷേക്ക്.
ഇനി ഒരല്പം ചോക്ലേറ്റ് സിറപ്പ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത സംഭവം ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ ഷേക്ക്? അടിപൊളിയായിട്ടില്ലേ? ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. കണ്ടിട്ടേ ഒരു രക്ഷയില്ലട്ടാ. കഴിച്ച് നോക്കട്ടെ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിച്ചുകൊണ്ടേ ഇരിക്കാനാണ് കേട്ടോ നമുക്ക് തോന്നുന്നത്. അത്രയ്ക്കും കിടുക്കാച്ച ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. വളരെ എളുപ്പമാണ് നമുക്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.